ഫീൽഡ് മാർഷൽ പദവിയിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്നൊരു പ്രത്യേകതയുണ്ട് സാം മനേക്ഷായ്ക്ക്. അദ്ദേഹത്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ബയോപിക് ലാസ്റ്റ് ഡിസംബറിൽ 2023 ഡിസംബറിൽ റിലീസ് ചെയ്തിരുന്നു, സാം ബഹദൂർ. ആൻഡ് നിങ്ങളിൽ എത്ര പേര് സിനിമ കണ്ടു എന്ന് എനിക്ക് അറിയില്ല, ബട്ട് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് സാം ബഹദൂർ. പ്രത്യേകിച്ച് സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് വിക്കി കൗശലിന്റെ പെർഫോമൻസ് തന്നെയാണ്. കാരണം നടത്തത്തിലും ഇരുത്തത്തിലും സംസാരത്തിലും കമാൻഡിങ് സ്കിൽസിലും ഉൾപ്പെടെ സിനിമേനെ മൊത്തം കൊണ്ടുപോയത് അദ്ദേഹത്തിന്റെ ആ ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് സാം മനേക്ഷ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി എങ്ങനെ നടക്കണു, അല്ലെങ്കിൽ എങ്ങനെ ഒരു ഓരോരുത്തരെ അഭിസംബോധന ചെയ്യുന്നു എന്ന് പറയുന്ന പല സീക്വൻസുകളും വളരെ കണ്ണിങ് ആയിട്ട് തന്നെ അദ്ദേഹം ചെയ്തു. ഈവൻ അദ്ദേഹത്തിന്റെ ആ ഇരിക്കുന്ന പോസ്റ്റിലുള്ള ഒരു പിക്ക് ഉണ്ട്, ആൻഡ് അതും വിക്കി കൗശൽ ആ ക്യാരക്ടറിലുള്ള പിക്ക് കൊടുത്തു നോക്കിയാൽ അത്രയും ഇപ്പോൾ നമുക്ക് സിമിലാരിറ്റി ആ ഒരു ഫോട്ടോസിൽ കാണാൻ പറ്റും. ആൻഡ് എല്ലാം കൊണ്ടും സിനിമ നല്ലൊരു ബയോപിക് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എൻ്റെ ഒരിക്കലും മിസ് ചെയ്യാണ്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. കാരണം ഈ സിനിമ കാണുന്നതിന് ഏതാണ്ട് ഒരാഴ്ച മുന്നേ ഞാൻ ബാലരമ ഡൈജസ്റ്റ് സാം മനേക്ഷയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു എഡിഷൻ ഇറക്കിയിരുന്നു. ആൻഡ് അത് വായിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ സിനിമ കാണുമ്പോൾ എനിക്ക് കാര്യങ്ങൾ റിലേറ്റ് ചെയ്ത് കാണാൻ പറ്റി. കാരണം അതിൽ പറഞ്ഞ പല കാര്യങ്ങളും സിനിമയിൽ കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ലൈഫിൽ നടന്ന പല സംഭവങ്ങളും ബേസ് ചെയ്തുകൊണ്ടാണ് സിനിമയുടെ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റോറിയുടെ ഒരു പേസ് പോകുന്നത്. കാരണം എല്ലാം ടു ദ പോയിന്റ്, അധികം വലിച്ചു നീട്ടാതെ എല്ലാം കാര്യങ്ങൾ പറഞ്ഞ് വേഗത്തിലാണ് പോകുന്നത്. ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് തന്നെയാണ്. ആൻഡ് അത് വളരെ നന്നായിട്ട് തന്നെ തോന്നി. അധികം വലിച്ചു നീട്ടാതെ വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോയി 1971 വാറിന് അദ്ദേഹം എടുത്തിട്ടുള്ള നെസസറി സ്റ്റെപ്പ്, ഇന്ദിരാഗാന്ധിയായിട്ട് ഉണ്ടായിരുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നുൾപ്പെടെ പല കാര്യങ്ങളും, ഈവൻ തന്റെ കൊളീഗ്സിന് അദ്ദേഹം എങ്ങനെ സംസാരിച്ചിരുന്നു അല്ലെങ്കിൽ എങ്ങനെ അവരോട് ബിഹേവ് ചെയ്തിരുന്നു എന്നുള്ള അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് ഒക്കെ വളരെ എവിഡന്റ് ആയിട്ട് തന്നെ തന്റെ ബോഡി ലാംഗ്വേജിലൂടെ കൊണ്ടുവരാൻ വിക്കി കൗശലിന് സാധിച്ചു. ഉദ്ധം സിംഗ് എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം കാഴ്ചവെച്ച പെർഫോമൻസ് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ആൻഡ് ഈ ഒരു പടത്തിലെ പെർഫോമൻസിന് എന്തായാലും അദ്ദേഹത്തിന് ഒരു അവാർഡ് കിട്ടട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ആൻഡ് ഈ ഒരു പെർട്ടിക്കുലർ സീനിൽ ഒരു ഓഫീസിലേക്ക് വരുന്ന ഒരു സാം മനേക്ഷയുടെ ക്യാരക്ടറിനോട് അവിടെ നിൽക്കുന്ന ഒരു ഓഫീസർ, ജസ്റ്റ് അവരൊക്കെ അങ്ങനെ സല്യൂട്ട് കൊടുക്കാനായിട്ട് നിൽക്കുന്ന ഒരു ഓഫീസർ അങ്ങനെ പറയുന്നുണ്ട്, താങ്കൾ ഇപ്പൊ ഇങ്ങനെ വരേണ്ടി വന്നതിൽ ഭയങ്കര വിഷമമുണ്ട്, ഒരു എൻക്വയറിയുടെ ഭാഗമായിട്ടാണ്. ആൻഡ് സാം മനേക്ഷയുടെ ക്യാരക്ടർ പറയുന്നുണ്ട് എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ് എന്ന്. ബട്ട് ആ ഒരു ഡയലോഗ് പറയുമ്പോൾ ആ ഒരു മുഖത്ത് വരുന്ന ഒരു എക്സ്പ്രഷൻ ആൻഡ് ആ ഒരു കോൺഫിഡൻസ് ഒക്കെ ശരിക്കും നമുക്ക് സാം മനേക്ഷ ആയിട്ട് തന്നെയാണ് വിക്കി കൗശലിന് തോന്നുന്നത്. ആൻഡ് അദ്ദേഹം തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ്. ആൻഡ് ഹി ഡിഡ് എ ഗ്രേറ്റ് ജോബ്. കാരണം വിക്കി കൗശൽ അല്ലാണ്ട് ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ മറ്റൊരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പെട്ടെന്ന് ആരും എനിക്ക് മൈൻഡിൽ വരുന്നില്ല. എൻ്റെ അകത്ത് അദ്ദേഹം കിഡിലിനായിട്ട് തന്നെ ചെയ്തു. നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടുവെക്കുക. ഒരുപാടായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് സിനിമയിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അന്നത്തെ പൊളിറ്റിക്കൽ സെനാറിയോസ് ആൻഡ് ആ ഒരു വാറിന്റെ സമയത്ത് ഇവർക്ക് നേരിടേണ്ടി വന്ന ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഒക്കെ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. ആൻഡ് സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ് ആൻഡ് ഇതിലുള്ള മറ്റുള്ള പെർഫോമൻസ്, ഇന്ദിരാഗാന്ധിയായിട്ട് കാസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ആക്ട്രസ് ആൻഡ് ഇപ്പോൾ സിലു എന്ന് പറയുന്ന സാം മനേക്ഷയുടെ വൈഫ് ക്യാരക്ടർ എല്ലാം ഉൾപ്പെടെ ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫ് കൂടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ കാണിച്ചിട്ട് തന്നെയാണ് പടം പോയിട്ടുള്ളത്. പടം C5 അവൈലബിൾ ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും കാണാം. പടം ഒരിക്കലും മിസ് ചെയ്യാണ്ടിരിക്കുക. ഒരു പെർഫോമൻസിന് തന്നെ നമുക്ക് സിനിമ ഒരുപാട് കണ്ടിരിക്കാനുള്ളതുണ്ട്. ആ ഒരു കാലഘട്ടത്തെയൊക്കെ നല്ല രീതിയിൽ റീക്രിയേറ്റ് ചെയ്ത് അന്ന് അവർക്ക് നേരിടേണ്ടി വന്ന ഒരുപാട് കാര്യങ്ങൾ, ഈവൻ അദ്ദേഹത്തിന്റെ ആ ഒരു ബർത്ത് തൊട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ഫീൽഡ് മാർഷലായി ഉള്ള ഒരു ലൈഫ് വരെയാണ് പടത്തിൽ കാണിക്കുന്നത്. പടം കണ്ടവരെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. ആൻഡ് അൺടിൽ ദെൻ